നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം ആ പ്രിയപ്പെട്ട കൂട്ടുകാർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. തങ്ങളുടെ സ്വപ്നങ്ങളും ഭാവി പ്രതീക്ഷകളും പഠനഭാരങ്ങളും ഒക്കെ ഒരുമിച്ച് പങ്കിട്ട അവരുടെ ആ പഴയ കലാലയത്തിൽ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ 94 ബാച്ച് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്ന് വീണ്ടും ഇവിടെ ഒത്തുചേരുന്നത്. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം മരമാകുന്നതുപോലെ പുലരൊളിയുടെ കസവണിയ ക്യാമ്പസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും മഴ ഞങ്ങളെ സ്വീകരിക്കുവാനായി എത്തി. മഴ നനഞ്ഞാലും വേണ്ടില്ല, ഈ അപൂർവ സംഗമം വീഡിയോയിൽ ചിത്രീകരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കൂടെയുള്ള പാതിരി ആൾ ചില്ലറക്കാരനല്ല. അതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോൺ മാത്യു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ നാഗ്പൂർ സെമിനാരിലെ ഒരു പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. നൊസ്റ്റു അടിച്ചിട്ടാണോ എന്തോ എല്ലാവരും പെട്ടെന്ന് ചെറുപ്പമായതുപോലെ തോന്നി. നടപ്പിലും എടുപ്പിലും എല്ലാം ഞങ്ങൾ പെട്ടെന്ന് ആ പഴയ കോളേജ് വിദ്യാർത്ഥികളായി തന്നെ. അതിൻ്റെയാണ് ആ കലബല വർത്തമാനവും ബഹളവും ഒക്കെ. എല്ലാവരും ജീവിതയാത്രയിൽ വിജയിച്ചവർ തന്നെ, കൂടുതലും അധ്യാപകർ. ഒരാൾ മികച്ച ലോയർ, ഗവൺമെൻറ് എംപ്ലോയീസ്, പിന്നെ മികച്ച ഹോം മേക്കേഴ്സും ഉണ്ട് കേട്ടോ. ഇതെൻ്റെ കോളേജ് പ്രിൻസിപ്പലിനെ ഒന്ന് കാണുവാൻ തീരുമാനിച്ചു. സാർ ഞങ്ങൾക്ക് മുമ്പേ ഈ ക്യാമ്പസിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. സാറിനെ കണ്ട് കുശലവും പറഞ്ഞ് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ക്യാമ്പസ് കാണാനായി ഇറങ്ങി. കഷ്ടമായി പോയി, ശരിയാണ്. ഒരു കാലത്ത് ഇവിടെ ചങ്കായിരുന്ന ക്യാമ്പസാണിത്. എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ പൂവിട്ട് തുടങ്ങിയത് ഈ മുറ്റത്ത് വെച്ചാണ്, ഈ വഴികളിലൂടെയാണ്. ഞങ്ങൾ പഠിച്ച കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണിത്. മാതാപിതാക്കളോടൊപ്പം പേടിച്ച് ആദ്യമായി ഈ ക്യാമ്പസിൽ ഒരു അഡ്മിഷനായി എത്തിച്ചേർന്ന സ്ഥലമാണിത്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഒരു ഗ്രൂപ്പാ. നമ്മുടെ വർത്താനം പറയുന്നതോടെ പിടിച്ചിടുന്നേ. കാര്യമൊക്കെ പറ, എല്ലാം ഗ്രൂപ്പിലിടുമല്ലോ. എല്ലാം നമ്മൾ അടുത്ത പ്രാവശ്യം ആൾക്കാർ വരണം. അടുത്ത പ്രാവശ്യം ജയ ടിക്കറ്റ് എടുത്ത് വരണം. ഇത് കണ്ടിട്ട് ജൂലിയറ്റ് വരുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. ജൂലിയറ്റിനോട് പറഞ്ഞാൽ മോശമായി പോയെന്ന് പറഞ്ഞു. ആയിരിക്കാം. എത്രയെത്ര ഓർമ്മകളാണ് ഈ ക്യാമ്പസിൽ, എത്രയെത്ര നല്ല നല്ല കാലങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ് റൂമിലിരുന്നു. വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബിനി മാഡം. ബിനി ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ്. നല്ലൊരു കുക്ക് കൂടിയാണ്. മനോഹരമായ കേക്കൊക്കെ നിർമ്മിച്ചാണ് ആൾ വന്നത്. അപ്പോൾ ബിനി തന്നെ ആ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു. ഇത് ബിബി, ക്യാമ്പസിലെ രാഷ്ട്രീയക്കാരനായിരുന്നു. ബിബി മനോഹരമായൊരു കവിത അവതരിപ്പിച്ചു. ഇനി എൻ്റെ ഊഴമാണ്. ഞാൻ അക്കാലത്ത് ക്യാമ്പസിലെ ഒരു പാട്ടുകാരനായിരുന്നു.
ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ പ്രോഗ്രാമിനും എൻ്റെ കൂട്ടുകാർ എന്നെ പാടിപ്പിച്ചിരുന്നു. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോലെ നമുക്ക് പ്ലാൻ ചെയ്ത് കാണാം. പിന്നെന്താണ്, ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതല്ല, തിരിച്ച് ഒരുമിച്ച് കാണാൻ പറ്റും എന്നൊക്കെ. അതൊക്കെ നമ്മുടെ ഒരു ഡെസ്റ്റിനി, സന്തോഷം. പിന്നെ എല്ലാം ഊണൊക്കെ കഴിഞ്ഞു, തമാശകളൊക്കെ പറഞ്ഞു. ഇനി ജോണച്ചൻ്റെ കൺക്ലൂഡിങ് സ്പീച്ചാണ്. ജീവിതത്തിലെ നല്ല പ്രതീക്ഷകളാണ് എപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ പിരിയുകയാണ്, എങ്കിലും വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. തിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുൻസിരിയാകും യാത്രാമൊഴിയോടെ.